വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ മുഖ്യപ്രതി നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. റിമാൻഡിൽ കഴിയുന്ന വ്യാജരേഖ പ്രിന്റ് എടുത്ത് നൽകിയ സ്റ്റുഡിയോ ഉടമകളെയും ചോദ്യം ചെയ്യും. നജീബിന്റെ ഏജന്റുമായി പ്രവർത്തിച്ചവരിലേക്കും അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ലാൽ കൃഷ്ണയാണ് ചേരുന്നത്. ലാൽ, നിരവധി കേസുകളിലുള്ള പ്രതി കൂടിയാണ് നജീബ് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? വിവരങ്ങൾ എന്തൊക്കെയാണ്? നജീബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഒറ്റയ്ക്കല്ല ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ അനുമാനം. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അത് ഓരോ ജില്ലയിലുള്ളതിന് പുറമെ സംസ്ഥാന തലത്തിൽ കൂടി പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. പക്ഷേ ഇയാളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം വിശദമായ അന്വേഷണം നടക്കണമെങ്കിൽ ഇയാളുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന കാര്യത്തിലും കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. നിലവിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പിടികൂടിയ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് ഈ വ്യാജരേഖ ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കിയ ആളുകളെ കൂടാതെ മറ്റാരൊക്കെയുണ്ട് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. മാത്രമല്ല ഈ രേഖകൾ 2 ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടേക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ഈ രേഖകൾ തയ്യാറാക്കിയത്. ഈ ആശുപത്രികൾക്ക് ഇതുമായി നേരിട്ട് ബന്ധമുണ്ടോ, മറ്റാരെല്ലാം ഇവരുടെ പിന്നിലുണ്ടായിരുന്നു, ഏതെല്ലാം തരത്തിലാണ് ഇത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ആരൊക്കെ സഹായിച്ചു, ഇവരുടെ സാമ്പത്തിക ഉറവിടം എന്താണ്, ഏതെല്ലാം രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നീ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ആ അന്വേഷണത്തിന് പൂർണ്ണമായും സഹകരിക്കേണ്ട നജീബ് തന്നെയാണ്. നജീബിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് മുതൽ കൊല്ലം വരെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ 5-ലേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വ്യാജരേഖ ചമച്ച് പലരുടെയും അവയവം ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തോട്ടും ഇത്തരത്തിലുള്ള സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കുക എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ശരി, ലാൽ കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.